ഹായ് everyone. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോകാം. ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഫോർ ഫീച്ചർ ഷെയറും അതിന്റെ റീഇഷ്യൂയും വരുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. ഫോർ ഫീച്ചർ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് സ്റ്റേജസിലാണ്. ആപ്ലിക്കേഷൻ സ്റ്റേജും അലോട്ട്മെന്റ് സ്റ്റേജും അതുപോലെ തന്നെ കോൾ മണി സ്റ്റേജ്. ഫസ്റ്റ് കോൾ ആവും, സെക്കൻഡ് കോൾ ആവും, ദെൻ തേർഡ് ആൻഡ് ഫൈനൽ കോൾ ആവും, ഓർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആവും, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആവും, ഡിപെൻഡ്സ്. അപ്പോൾ ഓരോ സ്റ്റേജിലും വരുമ്പോൾ പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് തരാനുണ്ടെന്നുള്ള രീതിയിൽ എൻട്രി ചെയ്തതിനു ശേഷം, അതായത് ഡ്യൂ എൻട്രി എഴുതിയതിനു ശേഷം ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും പേയ്മെന്റിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ കമ്പനി നിർബന്ധമായിട്ടും ആ ഷെയർ ഹോൾഡറിനെ ടെർമിനേറ്റ് ചെയ്യുന്ന സാധ്യതയുണ്ട്. സോ compulsory termination of shareholders when they are making default payment is simply called forfeiture of shares. And forfeiture of share is a capital profit. അടച്ച പൈസ കംപ്ലീറ്റും കമ്പനിക്കുള്ളതാണ്, അത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യാം. Star Limited issued 20,000 equity shares of ₹10 each at a premium of ₹2 payable as follows. On application 5 on allotment 5 including premium. അപ്പോൾ പ്രീമിയം എമൗണ്ട് ₹2 വെച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അലോട്ട്മെന്റിന്റെ റിയൽ മണി എന്ന് പറയുന്നത് 3 + 2 എന്ന് പറയുന്നത് പ്രീമിയം ആണ്. First and final call ₹2. Applications were received for 24,000 shares. Letter of regret were sent 4,000 shares and shares were fully allotted to all other applicants. ഇവിടെ 20,000 ഷെയർ ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ആപ്ലിക്കേഷൻ കിട്ടിയത് 24,000 ആണ്. ഔട്ട്റൈറ്റ് ആയിട്ട് 4,000 പേരുടെ ഫണ്ട് എമൗണ്ട് റീഫണ്ട് ചെയ്തെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. Mr. X, the holder of 150 shares, failed to pay the allotment with call money. His shares were forfeited and reissued at ₹9 per share. Do journal please. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, നമ്പർ ഓഫ് ഷെയർസ് 20,000 ഉണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ നമുക്ക് 24,000 ആണ്. അപ്പോൾ ആപ്ലിക്കേഷന്റെ സ്റ്റേജിൽ വരുമ്പോൾ 24,000 വെച്ച് നമുക്ക് കണക്കുള്ള അലോട്ട്മെന്റും ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ വരുമ്പോൾ 20,000. ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ₹5, അലോട്ട്മെന്റിൽ 3 + 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ ₹2. 150 ഷെയറിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്നത്. അവർ അലോട്ട്മെന്റ് സ്റ്റേജിലും അതുപോലെ തന്നെ കോൾ മണി സ്റ്റേജിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കാം. ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഡേറ്റ് കോളത്തിന് വലിയ റിലവൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ എൻട്രി നോക്കാം. ഫസ്റ്റ് എൻട്രി, ആപ്ലിക്കേഷന്റെ എൻട്രി വരുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇവിടെ നമുക്ക് ഇക്വിറ്റി എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എത്ര എമൗണ്ട് വരുന്നത്? 24,000 into 5. ടോട്ടൽ എമൗണ്ട് വരുന്നത് 1,20,000 ആണ്. Narration, application money received for $24,000 shares. ഇനി വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ എമൗണ്ട് നമുക്ക് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ എൻട്രി വിൽ ബി, ഇതിൽ ക്രെഡിറ്റ് വന്നിരിക്കുന്ന ഡെബിറ്റ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ
equity share capital account. ഇവിടെ വരുമ്പോൾ ഓർത്തോണം നമുക്ക് 20,000 ഷെയറിന്റെ 5 രൂപ പ്രകാരം മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ദെൻ ബാലൻസ് ഉള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് 20,000. നറേഷൻ എന്ത് കൊടുക്കാം? Application money, application transfer to capital account. Capital and excess money refunded. Then ഇനി അടുത്ത് നമുക്ക് കൃത്യമായിട്ടും അലോട്ട്മെന്റ് ഡ്യൂ ആക്കണം. ഓർക്കും അലോട്ട്മെന്റ് ഡ്യൂ ആക്കുമ്പോൾ നമുക്കിവിടെ പ്രീമിയം എമൗണ്ട് കൂടെ കൺസിഡർ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ to equity share capital കോൺട്രാക്ട് നോക്കാം എത്രയാണ് വരുന്നത്. 20,000 ഷെയർ ആണ്. അതൊരു 3 രൂപ വെച്ച് അവിടെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 60,000 ആണ്. ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. Then again to securities premium $20,000 into 2 എന്ന് പറയുമ്പോൾ 40,000 ആണ്. അപ്പോൾ മൊത്തം 1 lakh ആണ് ഷെയർ അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് നറേഷൻ കാണിക്കാം. അലോട്ട്മെന്റ് ഡ്യൂ with the premium of 2 per share. ഓക്കെ, ഇനി ഇതിന്റെ പൈസ കളക്ട് ചെയ്യും. പക്ഷെ പൈസ കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ നമുക്ക് മൊത്തം കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 1,00,000 അല്ലേ? 20,000 ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് 150 ഷെയർ ഹോൾഡേഴ്സ് പൈസ തരുന്നില്ല. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? 20,000 മൈനസ് 150. ഇവര് മാത്രമാണ് 5 രൂപ പ്രകാരം നമുക്ക് പൈസ തരാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 99,250 ആണ്. അപ്പൊ അത് 99,250. ക്ലിയർ? നമുക്കത് ഇതിന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് അരിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കോൺസ്റ്റന്റ് അരിയേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾ ഇപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനൊരു സ്പേസ് വിട്ടിട്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോട്ട്മെന്റ് റിട്ടേൺ ചെയ്ത് വെക്കാം. നമുക്ക് ഇവിടെ അറിയാം 1 lakh rupees. 1 lakh കംപ്ലീറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. So there is a difference of rupees
750. ഈ 750 നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്നുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ വാല്യൂ ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്ന കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താണ് നമുക്കിവിടെ കൊടുക്കാവുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ allotment money received from 9850 shareholders. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്താ നമ്മുടെ സ്റ്റേജ്? നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൽ കോളിന്റെ ഡ്യൂ എൻട്രി വിളിക്കാവുന്നതാണ്. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ലെറ്റർ ടു equity share capital എത്രയായിരുന്നു? 20,000. ഇവിടെയും നമുക്ക് ആ 150 ഷെയർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 20,000 ഇൻറ്റു 2 രൂപ വെച്ച് 40,000 ആണ് ഡ്യൂ എൻട്രി നമ്മൾ എഴുതുന്നത്. ഓക്കെ, 40,000 ഡ്യൂ എൻട്രി എഴുതി നമ്മൾ നറേഷൻ ഇത് കൊടുക്കാം. കോൾ മണി ഡ്യൂ. ഇനി ഇതിന്റെ പൈസ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ 3 രൂപ വെച്ച് 2 രൂപ വെച്ചാണ് ഇത്രയും ഷെയറിന്റെ എമൗണ്ട് കിട്ടുന്നത്. 39,700 ആണ് എമൗണ്ട് കണക്ട് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റ് 39,700. ഞാൻ ഒരു സ്പേസ് വിട്ടിട്ട് എഴുതുകയാണ്. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് നമുക്ക് എത്രയായിരുന്നു? 40,000 ആയിരുന്നു. 40,000. ഇവിടെ 1000 അരിയേഴ്സിനോട് ഡെബിറ്റ് പ്ലാൻ വിട്ടുപോയി. ഡെബിറ്റ് എന്നുള്ള ഒരു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസിങ് ഫിഗർ വരുന്നത് കോൾസ് ഇൻ അരിയേഴ്സിലേക്ക് അത് ഇടാം. എത്രയാ ഡിഫറൻസ് വരുന്നത്? 40,000 മൈനസ് 39,700 is equal to 300. അപ്പൊ 150 ഇൻറ്റു 2 ആണ് ഇവിടെ വരുന്നത്. അവര് അടച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൊടുക്കാവുന്ന നറേഷൻ എന്ന് പറയുന്നത് കോൾ മണി received for 19,850 shareholders. നിങ്ങൾക്ക് നറേഷൻ കുറച്ചും കൂടെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എഴുതാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫോർ ഫീച്ചർ നടന്നു. ഇനി ഇത്രയും വരെ നമ്മള് 20,000ന്റെയും ഷെയറിന്റെ കണക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഫോർ ഫീച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് ആ 150 ഷെയർ ഹോൾഡേഴ്സിന്റെ കണക്ക് മാത്രം എഴുതിയാൽ മതി. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻസൽ ആക്കാൻ പോവാം. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, കാര്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 150 ഷെയറിനെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് കിടക്കുന്ന ഒരു അക്കൗണ്ട് ആണ് അതിന് ഡെബിറ്റ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്
നമുക്ക് 150യുടെ കണക്കാണ് വേണ്ടത്. 150 10 രൂപ വരെ ഡ്യൂ എൻട്രി എഴുതി പോയതാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് 1500. ഒരു കാര്യം ഓർത്തോണം, ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ കൂടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കളക്ട് ചെയ്തതിനു ശേഷമാണ് ഡിഫോൾട്ട് വരുത്തിയതെങ്കിൽ, ഇവിടെ ഈ അലോട്ട്മെന്റ് സ്റ്റേജിൽ പ്രീമിയം കളക്ട് ചെയ്ത പൈസ പോലും അദ്ദേഹം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു അക്കൗണ്ടിൽ ഈ പൈസ വന്നിട്ടില്ല. അപ്പൊ അത്രയും ക്യാപിറ്റൽ പ്രോഫിറ്റ് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പക്ഷെ ഓർത്തോണം, ഇത് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്തതിനു ശേഷമാണ് ഡിഫോൾട്ട് വരുത്തുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്യില്ല. ക്ലിയർ? അത് വളരെ ശ്രദ്ധിച്ച് വേണം ഒന്ന് കണക്കിൽ ചെയ്തു പോകാനായിട്ട്. കാര്യം ഇത് നമ്മൾ അല്ലെങ്കിൽ കളക്ട് ചെയ്ത സാധനം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് പോകും. ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റിന് വേറെ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് മാറുന്ന രീതിയിലേക്ക് വരും. അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചിരിക്കുക. വൺസ് സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ടഡ് ഇൻ ക്യാഷ്, അത് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇവിടെ അത് കളക്ട് ചെയ്തിട്ടില്ലാത്തത് മാത്രമാണ് ക്യാൻസലേഷന് വേണ്ടി ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. തരാത്ത പൈസ അത് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കോൾസിനരിയോസ്. കോൾസിനരിയോസ് അക്കൗണ്ട് നിങ്ങൾ നോക്കിക്കോണം. ഈ കോൾസിനരിയോസ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് 750 കൊണ്ട് 300 കൊണ്ട്, അപ്പൊ ടോട്ടൽ എത്രയാ കോൾസിനരിയർ വന്നിരിക്കുന്നത്? സോറി, ഇവിടെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ എമൗണ്ട് എഴുതിയില്ലായിരുന്നു. ഐ എം സോറി. സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ഡ്യൂ ആക്കിയിരിക്കുന്നത് എത്ര രൂപ വെച്ചായിരുന്നു? 2 രൂപ വെച്ചായിരുന്നു സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെ? 150 അത് 2 രൂപ പ്രകാരമായിരുന്നു. അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് എഴുതിക്കോട്ടെ. ടു കോൾസിനരിയസ്. കോൾസിനരിയസ് വരുമ്പോഴത്തേക്ക് ഓർക്കുക 300 ഉണ്ട്, 750 ഉണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1050 രൂപയാണ് വരുന്നത്. അപ്പൊ ഈ അക്കൗണ്ട് ക്യാൻസൽ ആയ 1050. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 1800 രൂപ ഡെബിറ്റിലും 1080 രൂപ ക്രെഡിറ്റിലും വന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ്. രൂപയാണ് ഡിഫറൻസ്. അതായത് 750 രൂപ വരെ ഈ 150 ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തി കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷന്റെ, നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം, ആപ്ലിക്കേഷൻ 5 രൂപ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. 150 × 5, അപ്പൊ 750 രൂപയാണ്. ദിസ് ഈസ് കോൾഡ് ഫോർഫീച്ചർ ഷെയർസ്. ക്ലിയർ? അപ്പൊ നമുക്കിവിടെ ഫോർഫീച്ചർ എന്നുള്ള രീതിയിലേക്ക് എഴുതേക്കാം. ഫോർഫീച്ചർ ഷെയർസ്. നമുക്ക് എന്താ കൊടുക്കാം? നറേഷൻ പറയുന്നത് forfeiture of 150 shares due to a non-payment of allotment and call money. Clear ആണല്ലോ? ഓക്കെ. അപ്പൊ 150 ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർഫീറ്റ് ചെയ്തിരിക്കുന്ന ഷെയർ 9 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 150, 9 രൂപ പ്രകാരമാണ്. എത്ര രൂപയാണ് കളക്ട് ചെയ്യുന്നത്? 1350 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഇവിടെ ഓർക്കണം, മാക്സിമം അലോ ചെയ്യാവുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5 ആയിരുന്നു.
കാര്യം 5 രൂപ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട്. ഇവിടെ 1 രൂപയാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ടിൽ നിന്ന് തന്നെ, ഷെയർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വേണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട്, ₹1 വെച്ചാണ്. അപ്പൊ 150 രൂപ വരും. 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വന്നു? 1500. കേട്ടോ, ഈ 2 എൻട്രി വന്നപ്പോൾ 150 ഷെയറിന് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കണക്ക് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്ത് എഴുതാം? റേഷ്യോ ഓഫ് forfeiture shares at ₹9 per share. Okay, ഇനി after redemption, balance in forfeiture share account to be transferred to capital reserve. ഇവിടെ കംപ്ലീറ്റ് ഷെയർ റീഇഷ്യൂ ചെയ്തു. 150 ഷെയർ റീഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് എത്രയാണോ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ റീഇഷ്യൂ ചെയ്ത് മാത്രം നമുക്ക് ക്യാപിറ്റൽ റിസർവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോർഫീച്ചറിന്റെ അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്നത്, അതായത് ഇവിടെ 750 ഉണ്ടായിരുന്നു, അതിൽ 150 നമ്മൾ ഉപയോഗിച്ചു പോയിട്ട് നമുക്ക് 600 രൂപ ബാലൻസ് കിടപ്പുണ്ട്. സോ ആ 600 രൂപയും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 600. ഡയറക്ഷൻ എന്താ നമുക്ക് കൊടുക്കാം? ബാലൻസിങ് forfeiture account transfer to capital reserve. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എഴുതാം. immediately after the reissue എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോർഫീച്ചറിന്റെ റീഇഷ്യൂ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വളരെ സിമ്പിൾ ആണ്. എൻട്രീസ് നിങ്ങൾക്ക് ഇത് ഈ പറയുന്ന എൻട്രി ഒക്കെ കോമൺ എൻട്രി ആണ്. എവിടെയാണോ നമുക്ക് ഈ പറയുന്ന ഫീച്ചർ കോൾസിൻ ഏരിയസ് വരുത്തുന്നത് അവിടെ കോൾസിൻ ഏരിയസ് കാണിച്ചു തന്നെ പോവുകയാണെങ്കിൽ വളരെ ഉപകാരം. നിങ്ങളിവിടെ കോൾസിൻ ഏരിയസ് കാണിക്കുന്നില്ലെങ്കിൽ 99,250 ആണ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ ഒരു 750 രൂപ മിച്ചം കാണും. അപ്പൊ ഇവിടെ നമ്മൾ ഈ കോൾസിൻ ഏരിയസിന്റെ സ്ഥാനത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് 750 കാണിക്കുന്നു. ഒരു അടുത്ത ലൈനിൽ വീണ്ടും കോൾ മണിയിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നമ്മൾ കോൾസിൻ ഏരിയസ് അക്കൗണ്ട് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 300 രൂപ ഈ പറയുന്ന അക്കൗണ്ടിലും ബാലൻസ് വേണം. അങ്ങനെയാണെങ്കിൽ കോൾസിൻ ഏരിയസിന്റെ സ്ഥാനത്ത് അടുത്ത ലൈനിലേക്ക് ഷെയർ ഫൈനൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞ് കാണിച്ച് അവസാനിപ്പിച്ചു. ശരിക്കും കോൾസിൻ ഏരിയസ് ആണ് അതിനെ റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടി എത്ര എമൗണ്ട് കിട്ടിയില്ല എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1500 രൂപ കിട്ടേണ്ടടുത്ത് 1050 രൂപ കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം 750 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയ എമൗണ്ടിനെ പൊറപ്പിച്ചു നടത്തുന്നു. നമ്മളിവിടെ പ്രതി മീൻസ് എന്താ പറയുക, എൻട്രി പ്രതി മീൻസ് പ്രകാരം നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ കോഴ്സിൻ ഏരിയയിലായിട്ട് ഏത് സ്റ്റേജിലാണോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് വരുന്നതിന്റെ സാഹചര്യം. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമ്മുടെ ഷെയറിന്റെ ഇഷ്യൂ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നല്ലൊരു അറിവും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അവർത്താൻ ക്യാഷ് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ
ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.